ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഗൈസ്. അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഡ്രീം കേക്കാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ അഫോർഡബിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്ക്, കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് കേട്ടോ ഗൈസ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. അതേപോലെ തന്നെ ഒരുപാട് കാശൊന്നും വേണ്ട, ആവശ്യത്തിന് നമുക്ക് അഫോർഡബിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ ഗൈസ്. അതിനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 പാക്കറ്റ് ബ്രൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് നല്ല രീതിക്ക് ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് ഇതിൻ്റെ അളവിന് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ നല്ല രീതിക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. ഞാനിവിടെ വിസ്ക്കാണ് യൂസ് ചെയ്തെടുക്കാം, നിങ്ങൾക്ക് ഫോർക്കായാലും കുഴപ്പമില്ല കേട്ടോ ഗൈസ്. ഇനി നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ, അതുപോലെ കൊക്കോ പൗഡർ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ സോഡാപ്പൊടി. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ കൂടി ഒഴിച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും എല്ലാം ഒന്ന് എത്തണ രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഓയിൽ വെച്ച് നല്ല രീതിക്കൊന്ന് പുരട്ടിയിട്ട് ഈ ഒരു ബാറ്റർ നമ്മൾ അതിലേക്ക് അയച്ചു കൊടുക്കാം. ഇനി നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റാണ് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്കൊരു റൗണ്ട് സംഭവം ഉണ്ടാവും, നമ്മൾ പാത്രം ചൂടായിരിക്കുമ്പോൾ വെക്കുന്നൊരു സാധനം, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചേക്കുന്ന ആ ഒരു പാത്രം വയ്ക്കുക. ഇനി അതിൻ്റെ മേലേക്ക് ഒരു മൂടിയും കൂടി വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 55 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് കുക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല രീതിക്ക് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേനും മുറിച്ചെടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഇവിടെ ഞാനൊരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ഞാനവിടെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പാലും വെള്ളം മധുരം ഉണ്ടാക്കി എടുക്കേണ്ടത്. ഇത് നമുക്കതിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് ചൂടായി വരണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അത് ചൂടായി വരുമ്പോൾ തന്നെ നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കൊടുക്കാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചൂടോടെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ ചൂടാറിയിട്ടാണ് ഒഴിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്, അത് ഞാൻ ഈ ഒരു ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാനിവിടെ 4 ഡ്രീം കേക്കാണ് കേട്ടോ ഗൈസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാത്തിലും ഓരോ ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ സംഭവം ഉണ്ടല്ലോ, മിൽക്ക് മെയ്ഡും ഈ ഒരു പാലിൻ്റെ മിക്സും കൂടി അത് ഒന്ന് ഷുഗർ സിറപ്പായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. ഷുഗർ സിറപ്പ് നല്ല രീതിക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി നമ്മളൊരു ഗണാഷ ഉണ്ടാക്കാൻ പോകുന്നത്, ആദ്യം തന്നെ നമ്മളൊരു വൈറ്റ് കോമ്പൗണ്ടും അതേപോലെ തന്നെ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഗൈസ്. ഞാനിവിടെ 2 ഫ്രഷ് ക്രീമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാനിവിടെ ഒരു ഫ്രഷ് ക്രീം ഫുള്ളായിട്ട് ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 4 ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ ഒരെണ്ണമൊക്കെ മതിയാവും കേട്ടോ ഗൈസ്. അങ്ങനെ ഇത് 2 കൂടി ഡബിൾ ബോയ് മെത്തേഡിലാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സെയിം മെത്തേഡിൽ തന്നെ ഫ്രഷ് ക്രീമും ഡയറി മിൽക്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ഗണാഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഒന്ന് ചോക്ലേറ്റ് ഗണാഷും ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും ആണ് കേട്ടോ. അങ്ങനെ ഇതിലെല്ലാം നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് 4 എണ്ണത്തിലുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരെണ്ണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയൊന്നും വേണ്ട, പക്ഷേ കുറേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഗണാഷൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് നമ്മൾ തണുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഷുഗർ സിറപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. കറക്റ്റ് ലെവലിൽ തന്നെ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ഈ ഒരു വൈറ്റ് കോമ്പൗണ്ടിൻ്റെ ഈ ഒരു ഗണാഷ് സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ചോക്ലേറ്റ് ഗണാഷിൻ്റെ ഈ ഒരു ലിക്വിഡ് ഒഴിക്കാനായിട്ട്, ചോക്ലേറ്റ് ഗണാഷിൻ്റെ ഈ ഒരു സംഭവം ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് കുറച്ച് സമയം പിടിച്ച് തന്നെ ചെയ്യണം കേട്ടോ. ക്ഷമയില്ലാത്തവരാണെങ്കിൽ മൊത്തത്തിൽ മിക്സായി പോവും. അപ്പോൾ ഇത് ഞാൻ സൈഡിലത്തൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഗൈസ് ഓടിച്ചത്. നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ പിറ്റേ ദിവസം കേട്ടോ ഗൈസ് ഞാൻ ഡയറി മിൽക്ക് നല്ല രീതിക്ക് മെൽറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാൽ വെച്ചിട്ടുണ്ട്, ഒരു ടീസ്പൂൺ പാൽ വെച്ച് നല്ല രീതിക്ക് ലൂസായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ അതൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൊക്കോ പൗഡർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് കൊടുക്കാം കേട്ടോ ഗൈസ്. എൻ്റെ ഇവിടെ കൊക്കോ പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. ഇതിന് 65 രൂപ കണ്ടുള്ളൂ കേട്ടോ ഗൈസ്.
അങ്ങനെ അത് നമ്മൾ അരിപ്പ വെച്ച് നല്ല രീതിക്ക് ഇതുമാതിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ ഗൈസ്. കഴിച്ചപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തൊക്കെ ഉള്ള ഒരു റെസിപ്പിയാണ്. ഇതെൻ്റെ ആയിട്ടുള്ള എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ വേഗം ചെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ സി യു. അപ്പോൾ ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ.